നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് ജൂൺ 19 തീയതി, അപ്പം ജൂൺ 21 മറ്റന്നാൾ ശനിയാഴ്ച നമ്മുടെ ലാബ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാമിനേഷനാണ്. ഒരുപാട് പേര് ക്വാളിഫൈ ചെയ്തൊരു എക്സാമാണ് ലാബ് അസിസ്റ്റന്റ് പ്രിലിംസ് എക്സാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻസ് എക്സാമിനായിട്ട് കുറേ അധികം പേര് മറ്റന്നാൾ, അതായത് ശനിയാഴ്ച എക്സാം ഹാളിലേക്ക് പോകുന്നുണ്ട്. അപ്പം എനിക്കും അന്ന് എക്സാം ഉണ്ട്. അപ്പം ഞാൻ കൊല്ലമാണ് വെച്ചിരിക്കുന്നത്, ലാബ് അസിസ്റ്റന്റ് കൊല്ലമാണ് ഞാൻ എഴുതുന്നത്. അപ്പം ഇതേപോലെ എല്ലാ ജില്ലകളിലും അല്ലേ, സ്വന്തം ജില്ലയിൽ നിന്ന് മാറ്റി വേറെ നിയമന സാധ്യതയുള്ള വേറെ ജില്ലകളിലൊക്കെ കൊടുത്തവരും കാണും. അപ്പം എന്തായാലും കുറേ അധികം പേര് ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മറ്റന്നാൾ എക്സാം എഴുതാൻ പോകുന്നുണ്ട്. അപ്പം അവരോടൊക്കെ ആയിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പം ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ അതായത് ഇന്ന് വ്യാഴം, വെള്ളി, ശനി നമ്മുടെ എക്സാം എത്തിക്കഴിഞ്ഞു. ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ മാനസികമായിട്ട് കുറേയേറെ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു സമയമാണല്ലേ. ഒരുപാട് അധികം പഠിച്ചവർക്ക്, സിലബസ് ഏകദേശമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തവർക്ക്, അതേപോലെ സിലബസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നിരുന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നൊരു തോന്നലുള്ളവർക്കൊക്കെ വളരെയധികം സ്ട്രെസ്സും ടെൻഷനും ഒക്കെ തോന്നുന്നൊരു സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ പ്രയോഗിക്കാൻ പറ്റുമോ, പഠിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ. അപ്പം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ജോലി വേണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി പഠിക്കുന്നവർക്കാണ് ടെൻഷൻ ഏറുന്നത്. അപ്പം അവരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യാനുള്ള ജോലി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വളരെ അധികം ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കില്ല. കാരണം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പരിശ്രമിച്ചത് അതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് ചലിപ്പിക്കാനേ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടെൻഷൻ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം, അതൊരു പ്രയോജനമല്ല, ആ ഒരു മൈനസേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, ഒരു ഡിസഡ്വാൻറ്റേജസ്. അപ്പം ആ ഒരു കാര്യമാണ് ടെൻഷൻ ഏകദേശമല്ല പൂർണ്ണമായിട്ടും ടെൻഷൻ ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക. പിന്നെ ഈ ഒരു എക്സാം സമയത്ത് നന്നായിട്ട് പഠിക്കുന്നവർക്കൊക്കെ സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടായിരിക്കും. അത് ഒരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ടെൻഷൻ ഇല്ലാതിരിക്കൂ എന്നൊക്കെ പറയാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷെ ആ ടെൻഷനെ എത്രത്തോളം നമ്മുടെ മനസ്സിനെ എത്രത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നോ അത്രത്തോളം നന്നായിട്ട് നമുക്ക് എക്സാം ഹാളിൽ പെർഫോം ചെയ്യാൻ കഴിയും. എൻ്റെ അനുഭവമാണിത്. ഞാൻ വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് എത്ര നന്നായിട്ട് പഠിച്ചിട്ടും വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് പോകുന്ന പരീക്ഷകളൊന്നും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ വരുന്നിടത്ത് വെച്ച് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോയി എഴുതിയ പരീക്ഷകളാണ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് നമ്മുടെ എക്സാം ഹാളിൽ വർക്ക് ആവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും ആ കാര്യങ്ങൾ അല്ലേ. അപ്പം നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ മനസ്സിന് കുറച്ച് ആശ്വാസവും സന്തോഷവും കിട്ടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി അതൊക്കെ ചെയ്യുക ഇനിയുള്ള ഈ 2 ദിവസം. പിന്നെ ഈ ഒരു ആദ്യത്തെ കുറച്ച് 2 ദിവസം ഇതുവരെ പഠിക്കാത്ത കാര്യങ്ങളെല്ലാം പഠിച്ചു കൂട്ടാനുള്ള ഒരു വ്യഗ്രത എല്ലാവരും പൊതുവെ കാണിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുവിധം പഠിച്ച് സെറ്റായിട്ടിരിക്കുന്നവർ ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഇനി പോവാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ സെറ്റാണെന്ന് ഒരു ഉത്തമ ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മതി. പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് ടൈമിലായിട്ട് നിങ്ങൾ ഓരോ വ്യക്തികൾക്കും അതും വ്യത്യസ്തമാണ്. ലാസ്റ്റ് ടൈമിലോട്ട് കുറേ കാര്യങ്ങൾ ജനറലായിട്ട് എല്ലാവരും മാറ്റുന്നത് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ന്യൂ അപ്പോയിൻമെൻറ്റ്സ്, റാങ്കിങ്, പിന്നെ ഈ മാത്സിൽ ഇക്വേഷൻസ്, അതുപോലെ ഇംഗ്ലീഷ് റൂൾസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലാസ്റ്റ് ടൈമിലോട്ട് നോക്കാനായിട്ട് കുറേ പേര് മാറ്റി വെച്ചേക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയുള്ള ഈ 2 ദിവസം ബാലൻസ് അവശേഷിക്കുന്ന ദിവസങ്ങൾ നോക്കുക. ദിവസങ്ങളെന്ന് പറയാനില്ല, നാളെ ഒരു ദിവസം കൂട്ടിയാൽ മതി അല്ലേ. അപ്പം ഈ അവശേഷിക്കുന്ന സമയം ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രമിക്കുക. ഈ ലാസ്റ്റ് ടൈം നോക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, അല്ലാതെ ഒരുപാട് പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ന്യൂ SCRT എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ന്യൂ SCRT ഒക്കെ നോക്കിയിട്ട് ഓവറോളൊക്കെ നോക്കിയിട്ട് അതിൽ ടേബിളിലൊക്കെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുക. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ 2025 കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് അറിയാമല്ലോ. നമ്മൾ റീസെൻ്റ് ആയിട്ട് ചോദിക്കുന്ന എക്സാമുകളിലെല്ലാം തന്നെ 2025 കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതലായിട്ടും ചോദിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ 2025 കറണ്ട് അഫയേഴ്സ് മാത്രം വെച്ചിട്ട് ഞാൻ നാളെ ഒരു എക്സാമിന് മുൻപേ നിങ്ങൾക്കൊരു ഹെൽപ്പായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം അത് ചെയ്യാൻ എനിക്ക് സാധിക്കട്ടെ. അതിനു മുമ്പായിട്ട് നമ്മൾ സെക്രട്ടേറിയറ്റ് മെയിൻസ് എക്സാമിന് മുമ്പ് ഞാൻ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും
നിങ്ങൾ ഈ ലാബ് അസിസ്റ്റന്റ് എക്സാം ഉള്ളവരൊന്ന് കണ്ടിട്ട് പോകാം. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാനൊരു ഒറ്റ വീഡിയോ കൂടെ നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട് ക്ലാസ് ആയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതും കൂടെ കയറി എല്ലാവരും കാണുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് കിട്ടിയിരിക്കും. അപ്പോൾ ലാബ് അസിസ്റ്റന്റ് എക്സാം എഴുതാൻ പോകുന്നവരോട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ, ആരും മുൻവിധിയോടുകൂടി എക്സാമിന് അപ്പിയർ ചെയ്യാതിരിക്കുക. ലാബ് അസിസ്റ്റന്റ് എക്സാം ആണ്, ഡിസ്ട്രിക്ട് വൈസ് ആണ്, ഒരുപാട് കട്ട് ഓഫ് വരും, 80+ പോവും, 90+ പോവും. ഇങ്ങനെയൊക്കെയുള്ള ധാരണയോടുകൂടി, ഒരു മുൻ ധാരണയോടുകൂടി ആരും എക്സാമിനെ അപ്പിയർ ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന്റെ കട്ട് ഓഫ് ഒക്കെ തീരുമാനിക്കുന്നത് ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരെ PSC ഉൾക്കൊള്ളിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് കട്ട് ഓഫ് വരുന്നത്. പിന്നെ ആ എക്സാമിന്റെ ഒരു ടഫ്നെസ് ലെവലും ഈസി ലെവലും, എക്സാം എത്രത്തോളം ടഫ് ആവുന്നോ അത്രത്തോളം കട്ട് ഓഫ് കുറയാൻ ചാൻസ് ആണ്. പിന്നെ അതിൽ ഉൾക്കൊള്ളിക്കുന്ന എണ്ണത്തിനും കൂടെ ആനുപാതികമായിട്ട് എക്സാം എത്രത്തോളം ഈസി ആവുന്നു അപ്പോൾ കട്ട് ഓഫ് കൂടാൻ സ്വാഭാവികമായിട്ടും ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ ഒരു മുൻവിധിയോടുകൂടി ആരും എക്സാമിനെ സമീപിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ കയറിയിട്ട് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ നിങ്ങളെ നെഗറ്റീവ് കോഡും നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിരിക്കുന്ന മാർക്കും കൂടെ നിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഒട്ടും അറിയില്ല എന്ന് കാണുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അധികം അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് വരുത്താൻ ശ്രമിക്കരുത്. അധികം പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ചാൻസ് എടുക്കാം. ഓൾ ഓഫ് ദി എബോവ് വരാത്ത ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് 1-2 സ്റ്റേറ്റ്മെന്റ് ഒക്കെ അറിയാവുന്നതാണെങ്കിൽ നമുക്ക് ആ ഓപ്ഷനിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ സ്മാർട്ട് ട്രിക്കുകളൊക്കെ വഴി ഇത് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. അല്ലാതെ ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് ഉള്ള മാർക്കും കൂടെ കളയുന്ന ഒരു അവസ്ഥ വരുത്തരുത്. അതൊക്കെയാണ് കൂടുതൽ പേർക്കും സംഭവിക്കുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ലാബ് അസിസ്റ്റന്റ് എക്സാം എഴുതുന്നവരോടായിട്ട് പറയാനുള്ളത്. അപ്പം ലാബ് അസിസ്റ്റന്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക. അപ്പം പിന്നെ നമ്മുടെ ASM Batch 2ന്റെ കാര്യം കൂടെ ഞാൻ ഇതിലൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ASM Batch 2 നമ്മൾ ജൂൺ 12 സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ലാബ് അസിസ്റ്റന്റ് എക്സാം 21 തീയതി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ ടോപ്പിക്കുകൾ, അതായത് സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ കറണ്ട് അഫയേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് നമ്മൾ 12 തീയതി മുതൽ ഇതുവരെ കറണ്ട് അഫയർ ആ ഒരു ASM Batch 2ന്റെ കോഴ്സിലെ ടൈം ടേബിൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 23 തീയതി മുതൽ ഈ ലാബ് അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞിട്ട് കുറേ അധികം പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി 23 തീയതി തിങ്കളാഴ്ച മുതൽ നമ്മൾ ഈ ഒരു ടൈം ടേബിൾ തന്നെ റിപ്പീറ്റ് ചെയ്യും. അതിൽ ഓൾറെഡി ജോയിൻ ചെയ്തവർക്ക് അത് റിവിഷൻ ആയിരിക്കും. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് അത് ആദ്യം മുതൽ പഠിക്കുന്ന ഒരു മോഡലും ആയിരിക്കും. ടൈം ടേബിളിലെ ഓരോ ടോപ്പിക്കുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം ASM Batch 2ന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സും GKയും ഓഡിയോ ക്ലാസ് പ്ലസ് PDF നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഓഡിയോ റെക്കോർഡഡ് ക്ലാസ്. പിന്നെ മാത്സ്, മലയാളം, ഇംഗ്ലീഷിന്റെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക. അന്നന്ന് പഠിക്കുന്ന ടോപ്പിക്കുകളുടെ പോൾസ് അന്നന്ന് തന്നെ നമ്മുടെ ചാറ്റ് ഗ്രൂപ്പിൽ നടത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അന്നന്ന് പഠിക്കുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ അന്നന്ന് പഠിക്കുന്ന ടോപ്പിക്കുകളെ പറ്റിയിട്ടൊരു വിലയിരുത്തൽ അന്ന് തന്നെ നടത്താൻ പറ്റും. അപ്പോൾ ASM Batch 2 ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ജൂൺ 23 മുമ്പ് തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം മുതൽ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലെത്തി ആ ഒരു സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വളരെ കോൺഫിഡൻസോട് കൂടി ASM എക്സാമിന് പോകാൻ പറ്റും. ASM എക്സാം അറിയാൻ ഓഗസ്റ്റിലായിരിക്കും, ഡേറ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മറ്റന്നാൾ എക്സാമിന് പോകേണ്ടത്. അപ്പം എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഒന്നും കൂടെ എൻ്റെ വിജയാശംസകൾ. എനിക്കും അന്നാണ് എക്സാം, നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ ഒപ്പവും വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ ബൈ.